ഗൈനോകോമസ്റ്റിയ സർജറി പാർട്ട് 2 ഓൾറെഡി ഞാൻ പാർട്ട് 1 ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇത് കാണാത്തവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ പറ്റി കൂടുതൽ ഐഡിയ കിട്ടും. സർജറി കഴിഞ്ഞിട്ട് ഏകദേശം 3 മാസത്തോളമായിട്ടുണ്ട്. എന്റെ ബോഡിയുടെ ആഫ്റ്റർ ആൻഡ് ബിഫോർ പിക്ചർ ആണ് നിങ്ങൾ കാണുന്നത്. എന്റെ ഇപ്പോഴത്തെ ബോഡിയുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പഴയതുപോലെ തന്നെ വെയിറ്റ് ഒക്കെ കൂടുതലായിട്ട് ലിഫ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇതിന്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർജറി കഴിഞ്ഞതിന് ശേഷം ഞാൻ പതിയെയാണ് വെയിറ്റ് പ്രോഗ്രസ് ചെയ്തത്. ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ചെസ്റ്റ് മസിൽസ് ബിൽഡ് ആവുകയും എനിക്ക് റിക്കവറി സ്പീഡ് ആവുകയും ചെയ്തു. എനിക്ക് പലരും മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, സർജറി കഴിഞ്ഞ ശേഷം ചെസ്റ്റ് മസിൽസ് പഴയതുപോലെയല്ല, അവിടുത്തെ മസിൽസ് ഡെവലപ്പ് ആവുന്നില്ല, അവിടുത്തെ ചെസ്റ്റ് ഏരിയ സ്കിന്നി ആയിട്ട് കിടപ്പുണ്ട് എന്നൊക്കെ. ഇതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ സർജറി കഴിഞ്ഞ ശേഷം അവർ കംപ്രസ്ഡ് ഗാർമെന്റ് യൂസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ജനറ്റിക് ഡയറ്റ് എന്നിവ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് മാത്രമല്ല, മെയിൻ ആയിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മാറാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് ഒരു കാലറി സർപ്ലസ് ഡയറ്റ് എടുത്ത് എന്റെ ബോഡി വെയിറ്റ് ഇൻക്രീസ് ചെയ്ത് അതിന്റെ കൂടെ തന്നെ ചെസ്റ്റ് മസിൽസിൽ ഫോക്കസ് ചെയ്ത് അവിടുത്തെ മസിൽസിനെയും ഡെവലപ്പ് ചെയ്തു. നിങ്ങൾ സർജറി കഴിഞ്ഞ ശേഷം ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ളത് ആദ്യം ഒരു നല്ലൊരു ഡയറ്റ് എടുത്തതിന് ശേഷം ചെസ്റ്റ് മസിൽസിൽ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വർക്കൗട്ട് പ്ലാനിങ് ചൂസ് ചെയ്ത് നന്നായി വർക്കൗട്ട് ചെയ്യുക. അതിൽ നടന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു പ്ലാസ്റ്റിക് സർജനെ കൺസൾട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ നാട്ടിലെ പലർക്കും ഒരു തെറ്റിദ്ധാരണയാണ് ചെസ്റ്റ് ഫാറ്റിനെ ഗൈനോകോമസ്റ്റിയ എന്ന് പറയുന്നത്. പക്ഷേ ഇത് രണ്ടാണ്. ചെസ്റ്റ് ഫാറ്റ് വേറെ, ഗൈനോകോമസ്റ്റിയ വേറെ. ഗൈനോകോമസ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ചെസ്റ്റിന്റെ നിപ്പിൾ ഏരിയയിലും അതിന് ചുറ്റുമുള്ള ഭാഗത്തുമാണ് ഏറ്റവും കൂടുതൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ആ ഏരിയ സെൻസിറ്റീവ് ആയതുകൊണ്ട് അവിടെ തൊടുമ്പോഴും പെയിൻ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. എങ്കിൽ ചെസ്റ്റ് ഫാറ്റിനെ സംബന്ധിച്ചിടത്തോളം ചെസ്റ്റിന്റെ ലോവർ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. പക്ഷേ യങ്ങായിട്ടുള്ള ആൾക്കാർ ഇത് ഗൈനോകോമസ്റ്റിയ എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. എങ്കിൽ ഇത് നോർമൽ കണ്ടീഷൻ ആണ്. നമുക്ക് കറക്റ്റ് ആയിട്ട് ഗൈനോകോമസ്റ്റിയ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്ന് നോക്കാം. ഒന്നേ നിങ്ങളുടെ നിപ്പിൾ ഏരിയ ഹാർഡ് ആയിരിക്കും, അത് മാത്രമല്ല അവിടെ പെയിനും അനുഭവപ്പെടുന്നതായിട്ട് കാണാൻ കഴിയും. നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ചെസ്റ്റ് പാർട്ടിൽ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വ്യക്തമായിട്ട് അറിയാൻ കഴിയും. ഗൈനോകോമസ്റ്റിയ വരാനുള്ള മെയിൻ കാരണങ്ങൾ നമുക്ക് എന്താണെന്ന് നോക്കാം. നമ്പർ 1, ലൈഫ് സ്റ്റൈൽ. 80% ആൾക്കാർക്കും ഗൈനോകോമസ്റ്റിയ വരാനുള്ള മെയിൻ കാരണം ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡ് പ്രോസസ്ഡ് ഫുഡും ജങ്ക് ഫുഡും ആണ് മെയിൻലി. ഇതിന്റെ ഫലമായിട്ട് നമ്മൾ അമിതമായിട്ട് കാലറി ഇൻടേക്ക് ചെയ്ത് നമ്മുടെ ബോഡിയിലെ ഫാറ്റ് പെർസെന്റേജ് ഇൻക്രീസ് ആവുകയും നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടായി നമുക്ക് ഗൈനോകോമസ്റ്റിയ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. നമ്പർ 2, സോയ ചങ്ക്സ്. പലരും പറയുന്നത് സോയ ചങ്ക്സ് കഴിച്ചു കഴിഞ്ഞാൽ ഗൈനോകോമസ്റ്റിയ വരുമെന്നാണ്. എങ്കിൽ തന്നെയും ഇതുവരെയും ഒരു റിസർച്ചും പ്രൂവ് ചെയ്തിട്ടില്ല സോയ ചങ്ക്സ് കഴിച്ചു കഴിഞ്ഞാൽ ഗൈനോകോമസ്റ്റിയ വരുമെന്ന്. എങ്കിൽ തന്നെയും സോയ ചങ്ക്സിൽ അടങ്ങിയിട്ടുള്ളത് ഈസ്ട്രോജൻ ആണ്. പക്ഷേ ഇതൊരു പ്ലാന്റ് ബേസ്ഡ് ഈസ്ട്രോജൻ ആണ്. ഇതിനെ നമ്മൾ ഫൈറ്റോ ഈസ്ട്രോജൻ എന്നാണ് വിളിക്കുന്നത്. ഇത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഒരു രീതിയിലുമുള്ള ഹോർമോൺ ഇഷ്യൂസും ഉണ്ടാക്കുന്നില്ല. നമ്പർ 3, മെഡിക്കേഷൻ. നിങ്ങൾ പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ചില ടൈപ്പ് ഓഫ് മെഡിസിൻസ് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ, കീമോതെറാപ്പി എന്നിങ്ങനെ. ഇത് ചെയ്ത ശേഷം നമ്മുടെ ബോഡിയിലെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. ഇതിന്റെ ഫലമായിട്ടും ഗൈനോകോമസ്റ്റിയ വരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. നമ്പർ 5, ആൽക്കഹോൾ. നിങ്ങൾ ഒരു ദിവസം 200 to 300 എബോ ആൽക്കഹോൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ഓവറോൾ ടെസ്റ്റോസ്റ്റെറോണിനെ ബാധിക്കും. അത് ബിയർ ആയിരുന്നാലും വൈൻ ആയിരുന്നാലും ആൽക്കഹോൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്പർ 6, ആൻഡ്രോപോസ്. ഇത് മെയിൻ ആയിട്ട് വരുന്നത് പ്രായമായവരിലാണ്. നമ്മുടെ ഏജ് കൂടുമ്പോൾ നമ്മുടെ ടെസ്റ്റോസ്റ്റെറോണിന്റെ ലെവൽ കുറയുകയും നമ്മൾ എടുക്കുന്ന ഡയറ്റ് അൺഹെൽത്തി ആണ് എങ്കിൽ നമ്മുടെ ഈസ്ട്രോജന്റെ ലെവൽ കൂടാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. ഇതുവഴിയും ഗൈനോകോമസ്റ്റിയ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. നമുക്ക് ഗൈനോകോമസ്റ്റിയ വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യാനുള്ളത് നമ്മുടെ ഡയറ്റിലും വർക്കൗട്ടിലുമാണ്. നമ്മുടെ ബോഡി ഫാറ്റ് പെർസെന്റേജ് എപ്പോഴും കുറച്ചു വയ്ക്കണം. ഇതിന്റെ ഫലമായിട്ട് നമ്മുടെ ഈസ്ട്രോജന്റെ ലെവൽ കുറയുകയും ടെസ്റ്റോസ്റ്റെറോണിന്റെ ലെവൽ കൂടുകയും ചെയ്യുന്നു. എപ്പോഴും ചെയ്യാനുള്ളത് നമ്മുടെ ബോഡിയിലെ ടെസ്റ്റോസ്റ്റെറോണിന്റെ ലെവൽ ബാലൻസ് ആയിട്ട് നിർത്തുക. അഥവാ നിങ്ങൾക്ക് ഗൈനോകോമസ്റ്റിയ ഉണ്ടെന്ന് സംശയമുണ്ട് എങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണുക. നമ്മൾ ലെവൽ 1 തന്നെ നമ്മൾ ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സർജറി ഒഴിവാക്കിയിട്ട് നമുക്ക് ഡയറ്റിലും വർക്കൗട്ടിലും തന്നെ ഇത് മാറ്റാൻ കഴിയും. എങ്കിൽ ചില സിറ്റുവേഷനിൽ സർജറിയിലൂടെ മാത്രമേ നമുക്ക് മാറ്റാനും കഴിയൂ. നിങ്ങൾക്ക് ഗൈനോകോമസ്റ്റിയ സർജറിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. പാർട്ട് 3 വേണമെങ്കിലും ജസ്റ്റ് പാർട്ട് 3 എന്നും കമന്റ് ചെയ്താൽ മതി.